ഹായ് വെൽക്കം ടു വാച്ച് മോൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വിക്ക് കമ്പാരിസൺ. എന്താണ് ഓട്ടോമാറ്റിക് വാച്ച്, എന്താണ് മാനുവൽ വൈൻഡ് വാച്ച്, എന്താണ് ഒരു ക്വാർട്സ് വാച്ച്, ഇത് തമ്മിലുള്ള വർക്കിങ്ങിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. ജസ്റ്റ് ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ, എന്താണ് ക്വാർട്സ് വാച്ച്, എന്താണ് മെക്കാനിക്കൽ ഹാൻഡ് വൗണ്ട് വാച്ച്, എന്താണ് മെക്കാനിക്കൽ ഓട്ടോമാറ്റിക് വാച്ച്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണെന്ന്. അതിന് ഞാൻ എടുത്തേണ വാച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാച്ച് ഞാൻ ബിൽഡ് ചെയ്ത ഒരു വാച്ചാണ്, കസ്റ്റം ബിൽഡ് ചെയ്തൊരു വാച്ച്. പിന്നെ ടൈറ്റൻ്റെ ഒരു ക്വാർട്സ് വാച്ച് ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഒരു HMTയുടെ ഒരു മാനുവൽ ഹാൻഡ് വൗണ്ട് വാച്ച് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഒരു പുതിയ വാച്ച് വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ എന്ന് പറഞ്ഞാൽ, എന്ത് മൂവ്മെൻറ്റ് ടെക്നോളജിയാണ് ചൂസ് ചെയ്യുക. ക്വാഡ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു തീരുമാനമായിരിക്കും. മെക്കാനിക്കൽ ഓട്ടോമാറ്റിക് ആണോ ഏറ്റവും ബെസ്റ്റ് മൂവ്മെൻറ്റ്സ്, അതോ ഇനി മെക്കാനിക്കൽ ഹാൻഡ് വൗണ്ട് മൂവ്മെൻറ്റ്സ് ആണോ വളരെ റിലയബിൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ക്വാഡ്സ് വാച്ചിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ക്വാഡ്സ് വാച്ചും ഒരു മെക്കാനിക്കൽ വാച്ചും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെക്കാനിക്കൽ ഓട്ടോമാറ്റിക് വാച്ചിൻ്റെ സെക്കൻഡ് ഹാൻഡിൻ്റെ മൂവ്മെൻറ്റ് ഒരു സ്വീപ്പിംഗ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും സെക്കൻഡ് ഹാൻഡിന്. പക്ഷേ ക്വാഡ്സ് വാച്ച് എപ്പോഴും ഒരു ടിക്കിംഗ് മൂവ്മെൻ്റ് ആണ്. 1 സെക്കൻഡിലൊരു ടിക്കായിട്ട് 1 ടിക്ക് പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഫാഷനിലാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാൻഡ്സിൻ്റെ മൂവ്മെൻറ്റ്. അതിൻ്റെ റീസണും ഞാൻ പറയാം. അപ്പോൾ വാച്ചുകളൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ടായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള മൂവ്മെൻറ്റ് ഈ മെക്കാനിക്കൽ ഹാൻഡ് വൗണ്ട് മൂവ്മെൻറ്റാണ്, ഈ HMTയിലുള്ള മൂവ്മെൻറ്റ്. ഞാൻ ഈ ജസ്റ്റ് വാച്ച് ഒന്ന് വൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു 1 2 3 4 5 6 7 8 ടൈംസൊക്കെ വൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് കിക്ക് സ്റ്റാർട്ട് ആവും. നിങ്ങൾക്ക് കാണാം ഈ മാനുവൽ വൗണ്ട് വാച്ചിൻ്റെ ഉള്ളിലുള്ളത് ഓൾമോസ്റ്റ് സെയിം മെക്കാനിസം തന്നെയാണ് ഓട്ടോമാറ്റിക് മെക്കാനിക്കൽ വാച്ചിലുള്ളത്. ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ സ്പ്രിങ് ഉണ്ട് ഈ പെർട്ടിക്കുലർ വാച്ചിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ തിരിക്കുമ്പോൾ ആ മെയിൻ സ്പ്രിങ് ആണ് വൗണ്ട് ആവണേ. അത് കഴിഞ്ഞ് സ്ലോലി ആ വൗണ്ട് ചെയ്ത എനർജി റിലീസ് ചെയ്യുകയാണ് ശരിക്കും ഒരു ബാലൻസ് വീലിലേക്ക്. അപ്പോൾ ആ എന്താ പറയുക, ഒരു റെഗുലേറ്റഡ് റിലീസ് ഓഫ് എനർജിയിലാണ് ഈ സെക്കൻഡ് ഹാൻഡ് ഇങ്ങനെ സ്വീപ്പായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂഷ്വലി ഇത് വരുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു 3 ഹെഡ്സ് അല്ലെങ്കിൽ ഒരു 4 ഹെഡ്സ് ആണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ തന്നെ ഇത് 4 ടൈംസ് ടിക്ക് ചെയ്യും. അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യണത് ഒരു സ്മൂത്ത് മൂവ്മെൻ്റ് ആയിട്ടാണ്, 4 ഹെഡ്സ് മൂവ്മെൻ്റ് എന്നൊക്കെ പറയുന്നത്. ഈ HMTയുടെ ഒരു 3 ഹെഡ്സ് മൂവ്മെൻ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വാച്ചിൻ്റെയും ഒരു 3 ഹെഡ്സ് മൂവ്മെൻ്റാണ്. അതായത് പെർ സെക്കൻഡിൽ ഒരു 3 ടൈംസ് ടിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യണത് അതൊരു സ്മൂത്ത് സ്വീപ്പായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യാം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഹാൻഡ് വൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ മെയിൻ സ്പ്രിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വൗണ്ട് ചെയ്യണ സമയത്താണ് അത് ശരിക്കും അതിൻ്റെ എനർജി സ്റ്റോർ ചെയ്യണം, കൈൻഡ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യണം. അത് വന്നിട്ട് നമ്മുടെ മെക്കാനിക്കൽ ഓട്ടോമാറ്റിക് വാച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു റോട്ടർ ഉണ്ട്, ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യണ ഒരു റോട്ടർ. അപ്പോൾ നമ്മളത് കയ്യിൽ കെട്ടിയിട്ട് കൈയുടെ മൂവ്മെൻ്റ് കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ റോട്ടർ തിരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മെയിൻ സ്പ്രിങ്, ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ സ്പ്രിങ്ങിനെ അത് ഓട്ടോമാറ്റിക്കലി വൗണ്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാച്ച് എടുത്ത് ഇതിൻ്റെ കേസ് ബാക്കിൽ നിങ്ങൾക്ക് തിരിയണ ഒരു വെയിറ്റ് പോലത്തെ ഒരു സാധനം കണ്ടോ, അങ്ങനെ ചുറ്റി തിരിയണത്. അതാണ് ഈ ഒരു എന്താ പറയുക, നമ്മുടെ മെയിൻ സ്പ്രിങ്ങിനെ വൗണ്ട് ചെയ്യണം. അപ്പോൾ നമ്മളത് കയ്യിൽ കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെയിൻ സ്പ്രിങ് വൗണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുള്ളി വൗണ്ടായി കഴിയുമ്പോഴാണ് നമ്മുടെ വാച്ച് ടിക്ക് ചെയ്യണത്. അതാണ് ഒട്ടുമിക്കപ്പോഴും നിങ്ങളുടെ ഓട്ടോമാറ്റിക് വാച്ചുകളൊക്കെ ഒരു 2 ഡേയ്സിൽ കൂടുതൽ കെട്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി സ്റ്റോപ്പായി പോകുന്നത്. കാരണം അതിൻ്റെ സ്റ്റോർഡ് എനർജി അന്നേരം ഫുള്ളി റിലീസായി കഴിഞ്ഞു, അത് തീർന്നു. അങ്ങനെയാണ് അത് നിന്ന് പോകണം. പിന്നെയും നിങ്ങൾക്ക് മിക്ക ഓട്ടോമാറ്റിക് വാച്ചുകളും പിന്നെയും ഈ ക്രൗൺ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൗണ്ട് ചെയ്യാൻ പറ്റും. ചില ഓട്ടോമാറ്റിക് വാച്ചുകൾ ഈ റോട്ടർ മൂവ്മെൻറ്റ് മാത്രം വെച്ചാണ് നിങ്ങൾക്ക് പിന്നെയും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം ഈ വാച്ച് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താലും സെക്കൻഡ് ഹാൻഡ് അപ്പോൾ തന്നെ സ്റ്റാർട്ടാവും.
അപ്പോൾ അതാണ് മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ് ബോത്ത് മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ക്വാർട്സ് വാച്ചിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഒത്തിരി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, ഹൗ ക്വാർട്സ് വാച്ച് വർക്ക്സ് എന്നുള്ള കാര്യം. ഈ ക്വാർട്സ് വാച്ചിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു ക്വാർട്സ് ക്രിസ്റ്റലാണ് യൂസ് ചെയ്യുന്നത്. അത് ശരിക്കും ഒരു ട്യൂണിങ് ഫോർക്കിൻ്റെ ഷേപ്പിൽ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചാണ്. അതിൻ്റെ ഫ്രീക്വൻസി വന്നിട്ട് എക്സാക്ട്ലി 32,768 കിലോ ഹെർട്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32,678 ഹെർട്സ്. അത്രയും ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വൈബ്രേഷൻസ് പെർ സെക്കൻഡ് എന്നാണ് അർത്ഥം. എന്നിട്ട് ഇതിലെ ഈ പെർട്ടിക്കുലർ ക്വാർട്സ് വാച്ചിലുള്ള സർക്യൂട്ട് ബോർഡിൽ ഒത്തിരി ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട്. ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം. അത് ഈ നമ്പർ ഓഫ് ഹെർട്സിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് 1 ഹെർട്സ് ആക്കാനാണ് അത് യൂസ് ചെയ്യണത്. അപ്പോൾ ഈ 32,768 ഹെർട്സ് എന്നുള്ള ആ കൗണ്ടിനെ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒക്കെ ഉപയോഗിച്ച് ഇവൻച്വലി ഒരു 1 ഹെർട്സ്, അതായത് 1 ബീറ്റ് പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് കൊണ്ടുവരാണ്. അങ്ങനെയാണ് ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ 1 ടിക്ക് പെർ സെക്കൻഡിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാറ്ററി പവേർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിത്തിൻ 2 or 3 ഇയേഴ്സ് നിങ്ങളുടെ ബാറ്ററി ഫുള്ളായിട്ട് ഡിപ്ലീറ്റ് ആവും. അപ്പോൾ അടുത്ത ഒരു ബാറ്ററി സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നന്നായിട്ട് വർക്കാവും. ഈ ഓട്ടോമാറ്റിക് വാച്ചിനെ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ക്വാർട്സ് വാച്ച് വളരെ വളരെ ആക്യുറേറ്റ് ആയിരിക്കും. കാരണം ഈ ക്വാർട്സ് ക്രിസ്റ്റലിൻ്റെ വൈബ്രേഷൻ വെൻ പ്രൊവൈഡഡ് വിത്ത് കറക്റ്റ് വോൾട്ടേജ് അത് ഡെഫിനറ്റായിട്ടും വളരെ ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ 32,768 ഹെഡ്സ് എന്നുള്ള ആ കൗണ്ട് ഒരിക്കലും ചേഞ്ച് ചെയ്യേണ്ടത് ആ പെർട്ടിക്കുലർ പ്രിസൈസ് ഇതിൽ തന്നെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് മിക്കപ്പോഴും നിങ്ങൾ കാണുമ്പോൾ ക്വാർട്സ് വാച്ച് വളരെ വളരെ ആക്യുറേറ്റ് ആണ് ഒരു ഓട്ടോമാറ്റിക് വാച്ചിനെ സംബന്ധിച്ചിടത്തോളം. ഓട്ടോമാറ്റിക് ഓർ മാനുവൽ ഹാൻഡ് വൗണ്ട് വാച്ച് ആയാലും മെക്കാനിക്കൽ വാച്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ക്വാർട്സ് വാച്ച് ആക്യുറസിയുടെ കാര്യത്തിൽ മുന്നിൽ തന്നെ നിൽക്കും. പിന്നെ ഇതിനൊക്കെ പുറമെ സെയ്ക്കോ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സബ് ബ്രാൻഡായ ഗ്രാൻഡ് സെയ്ക്കോ വിച്ച് മാനുഫാക്ചേഴ്സ് ഹൈ എൻഡ് ലക്ഷറി വാച്ച് ബ്രാൻഡുകൾ ഈ ക്വാർട്സിൻ്റെ ടെക്നോളജി പ്ലസ് ഈ മെക്കാനിക്കൽ വാച്ചിൻ്റെ ബാറ്ററി ലെസ് ടെക്നോളജി രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു സ്പ്രിംഗ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് എ ഹൈബ്രിഡ് ആയിട്ടാണ് ആ മൂവ്മെൻറ്റ് വർക്ക് ചെയ്യണത്. അതായത് ഇറ്റ്സ് എ ക്വാർട്സ് വാച്ച് വിത്ത് മെക്കാനിക്കൽ പാർട്സ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ലെസ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്കൻഡ് ഹാൻഡിൻ്റെ വളരെ സ്മൂത്ത് മൂവ്മെൻറ്റും കിട്ടും, എന്നാൽ അതിൽ ബാറ്ററിയും ഇല്ല, എന്നാൽ അത് ഭയങ്കര ആക്യുറേറ്റും ആയിരിക്കും. അപ്പോൾ അതാണ് ഗ്രാൻഡ് സെയ്ക്കോൻ്റെ സ്പ്രിംഗ് ഡ്രൈവ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ്സ്. ഇനി സെയ്ക്കോ എന്ന് പറയുന്ന കമ്പനി തന്നെ വളരെ ഇന്നോവേറ്റീവായിട്ട് വേറൊരു ടൈപ്പ് മൂവ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അത് പ്യുവർലി ക്വാർട്സ് മൂവ്മെൻ്റ് ആണ്. ഇതേപോലെ തന്നെ ഒരു മൂവ്മെൻറ്റ് VH61 എന്നാണെന്ന് തോന്നുന്നുണ്ട് മൂവ്മെൻറ്റിൻ്റെ പേര്, അതോ VH31. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്നത് സെയ്ക്കോ മെക്കാ ക്വാർട്സ് എന്ന് പറഞ്ഞാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അവരെന്താ മെക്കാ ക്വാർട്സിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 1 ഹെഡ്സ് മൂവ്മെൻറ്റിന് പകരം 1 ഹെഡ്സ് ബീറ്റിന് പകരം അവരത് 4 ഹെഡ്സ് ബീറ്റാക്കി വെച്ചു. അതായത് ഈ 32,768 റെഡ്യൂസ് ചെയ്ത് 1 ആക്കുന്നതിന് പകരം അവർ 4 ബീറ്റ് പെർ സെക്കൻഡിൽ നിർത്തി. അതായത് 4 ഹെഡ്സ് ആണ് അന്നേരം ക്വാർട്സ് അവരുടെ സെക്കൻഡ് ഹാൻഡ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വാർട്സ് ആണ്, ബാറ്ററി പവേർഡ് ആണ്, ബട്ട് ഇറ്റ് വിൽ ഫീൽ ലൈക്ക് നമ്മുടെ സെക്കൻഡ് ഹാൻഡ്സ് സ്വീപ്പിംഗ് ആയതുകൊണ്ട് നമുക്കതൊരു മെക്കാനിക്കൽ വാച്ച് ഓടണ പോലെ തന്നെ ഫീൽ ചെയ്യും. അതാണ് സെയ്ക്കോൻ്റെ മെക്കാ ക്വാർട്സ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ്. ഇതെല്ലാം ആണ് ഇപ്പോഴത്തെ ഒരു പ്രോമിനൻറ്റ് വാച്ച് മൂവ്മെൻറ്റ് ടെക്നോളജീസ്. പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ കണ്ടിട്ടുള്ള പോലെ കാസിയോൻ്റെ കുറേ LCD വാച്ചുകളുണ്ട്, അതിൻ്റെ ഉള്ളിലും ക്വാർട്സ് മെക്കാനിസം തന്നെയാണ്. പിന്നെ ഞാൻ ഇപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാർട്സ് വാച്ചുകൾ പിന്നീട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉള്ള വേറെ കുറേ ക്വാർട്സ് വാച്ചുകളുണ്ട്. അതായത് റേഡിയോ കൺട്രോൾഡ് ക്വാർട്സ് വാച്ച് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടിയുണ്ട്. അത് ഈ നോർമൽ ക്വാർട്സ് വാച്ചിനേക്കാളും വളരെ അധികം ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ അതെന്താ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാച്ചിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റേഡിയോ സിഗ്നൽ റിസീവർ ഉണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും മിഡ് നൈറ്റിൽ അതൊരു സിഗ്നൽ റിസീവ് ചെയ്യും. അടുത്ത ഒരു ട്രാൻസ്മിഷൻ ആൻറ്റീനയിൽ നിന്ന് അതൊരു സിഗ്നൽ റിസീവ് ചെയ്യും.
ആ സിഗ്നൽ റിസീവ് ചെയ്യണതിനനുസരിച്ച് അത് ടൈമിൽ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ വരുത്തും. ഇപ്പോൾ ഒരു 2 സെക്കൻഡ്സ് ലൂസ് ആവാണ് ഒരു ഡേ, അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ്സ് മുന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മിഡ് നൈറ്റിൽ വെൻ ഇറ്റ് റിസീവ്സ് ദ സിഗ്നൽ ഫ്രം ദ ആൻറ്റിന, അന്നേരം അത് ഓട്ടോ കറക്റ്റായി പെർഫെക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള സമയം പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. എന്താണ് മാനുവൽ ഹാൻഡ് വൗണ്ട് മൂവ്മെൻറ്റ്, എന്താണ് ഓട്ടോമാറ്റിക് വാച്ച്, എന്താണ് ക്വാർട്സ് വാച്ച്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, പീസ്.